ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു പയറുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇടാം. കോക്കനട്ട് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാനിടാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് ചുവന്ന മുളകും കറി ലീവ്സും കറിവേപ്പിലയും ഇടാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു 3-4 ചെറിയ ഉള്ളി അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ചതച്ച് വെച്ച പച്ചമുളക് ഒരു 2 എണ്ണം അതും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം ഒരു 2 മിനിറ്റ് നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്യാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റാം. ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പം നമുക്ക് കട്ട് ചെയ്ത് വെച്ച് 1 കപ്പ് വലിയ പയർ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. ആ ഉപ്പും ഗ്രീൻ ചില്ലിയും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇതെല്ലാം ഒന്ന് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം ഇതിലോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്നൊന്ന് വരട്ടി കൊടുക്കണം, താഴെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കിയിട്ട് ഒരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടും കൂടെ ആഡ് ചെയ്യുക അതിലോട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് എല്ലാ സൈഡും മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു 2 മിനിറ്റ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം, താഴെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു വലിയ പയറുപ്പേരിയാണിത്. നമുക്കൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉപ്പേരിയാണ്.
And thank you everyone. This is Kitchen Cadence for you.